പണ്ടത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ആരെങ്കിലും പെട്ടെന്ന് ഒരാപത്തിൽപ്പെട്ട് മരിച്ചാൽ, ഒരനർത്ഥം ഒരു കുടുംബത്തിൽ വന്നാൽ, ഒരു ദുഃഖം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിട്ടാൽ, അതിൻ്റെ അർത്ഥം പള്ളികളിലും സിനഗോഗുകളിലുമെല്ലാം അവരെക്കുറിച്ച് പല കഥകൾ കിട്ടും. അവർ പാപികളായിരുന്നു, അവർ ദൈവത്തിന് വിരോധികളായിരുന്നു, അവർ ദൈവത്തോട് മത്സരിച്ചു, അവർ കൽപ്പനകൾ പ്രമാണിച്ചില്ല, ദൈവത്തിൻ്റെ വഴിവിട്ട് നടന്നു എന്നെല്ലാം ഒരുപാട് കഥകൾ മെനയും. നമ്മുടെ നാട്ടിലും നമ്മുടെ ദൈവമക്കളുടെ ഇടയിലും ഇപ്പോഴും അപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവണതകളുണ്ട്. ഒരിക്കൽ ശിലോഹാമിലെ ഒരു മതിൽ വീണ് 18 പേർ മരിച്ചുപോയി. യേശുവിൻ്റെ കാലത്താണ്. ആ വാർത്ത ചൂടോട് യേശുവിനോട് ചിലർ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഉടനെ കർത്താവ് അത് കേട്ടിട്ട് പറയുകയാണ്, ഈ ശിലോഹാമിൽ ഒരു മതിൽ വീണ് 18 പേർ മരിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ 18 പേരും കുറ്റക്കാരായിരുന്നു? ഇല്ലെങ്കിൽ ജെറുസലേമിൽ പാർത്തിരുന്ന സകലരെക്കാളും ദോഷികളാണ്, പാപികളായിരുന്നു, ദൈവം വെറുക്കുന്നവരായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഒരനർത്ഥം ഒരു ഭവനത്തിൽ ഒരു മനുഷ്യന് നേരിടുമ്പോൾ ദൈവത്തിന് അതിന്മേൽ ചില ഉദ്ദേശവും പദ്ധതിയും കാണും. എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏത് സമയത്തും മരണം നമ്മെ പിടികൂടാം. മനുഷ്യർ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തെക്കുറിച്ച് അവനൊരു വ്യക്തമായ കാഴ്ചപ്പാട്. ഈ മരണം കാലവും സമയവും ഒന്നും നോക്കാതെ ഏത് ഭവനത്തിലും ഏത് വ്യക്തിയിലും അതിഥികളായി എത്തും. അതിന് പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. മരണം എന്നൊരു യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ കോപമല്ല, അത് മനുഷ്യന് വിധിച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് ശേഷിച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഒരു മനുഷ്യൻ്റെ മരണം കണ്ടുകൊണ്ട് അവൻ്റെ ശാപത്തെയോ അവൻ്റെ പാപത്തെയോ അവൻ്റെ നീതികേടിനെയോ അവനോട് ദൈവം അവനെ വെറുക്കുന്നതായ ആ വെറുപ്പിൻ്റെ അളവിനെയോ നിർണയിക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവ് അവിടെ തനിക്ക് ചുറ്റും കൂടിയിരുന്നവരെ ശകാരിച്ചും കൊണ്ട് പറയുകയാണ്. മനുഷ്യൻ്റെ ഇടയിൽ ധാരാളം വൈപ്പുകളുണ്ട്, ആചാരങ്ങളുണ്ട്, പല പഴഞ്ചൊല്ലുകളുണ്ട്, പല മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഓരോ നാട്ടുകാരും പറയുന്നതിനനുസരിച്ച് ദൈവമക്കൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവമക്കൾക്ക് വേറിട്ടൊരു ചിന്താഗതി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ, ഏതൊരാപത്തിലും അനർത്ഥത്തിലും പെട്ടിരുന്നാലും ശരി, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, അവൻ കർത്താവിനെ സ്വന്തമാക്കിയ, അവൻ്റെ ഹൃദയത്തിൽ രക്ഷിതാവിനെ അവൻ ഉൾക്കൊണ്ടിട്ടുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ മതിൽ വീണാലും ഗോപുരം വീണാലും ഏത് അനർത്ഥത്തിൽ കൂടെ അവനും അവൻ്റെ കുടുംബവും കടന്നു പോയിരുന്നാലും ശരി, അവരെ കാണുന്ന, അവരുടെ ആത്മാവിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഒരു മനുഷ്യനെ വിധിക്കുന്നത് പോലെയല്ല, അതിൻ്റെ അങ്ങേപ്പുറത്ത് ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു കരുതലുണ്ട്. അവരുടെ ആത്മാവിനെ ഒരുപക്ഷെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഈ മൺമയമായ ഈ ജീവിതത്തിൽ ഈ ശരീരം വെറും മണ്ണാകുന്നു. ഈ മണ്ണിനോട് ചേരേണ്ടതാകുന്നു. ഒരനർത്ഥവും മരണവും മനുഷ്യൻ ഏത് അവസ്ഥയിലും അവന് നേരിട്ടേക്കാം. നോക്കൂ, ഇത് പറഞ്ഞ കർത്താവിനെ തന്നെയും യഹൂദന്മാർ അവനെ പിടിച്ചു കൊണ്ടുപോയി ഒരു കള്ളനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്തു. ഇരു കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു, മരണം അവന് വിധിച്ചു. എന്ന് പറഞ്ഞാൽ അവനെ ദൈവം കൈവിട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം? അവൻ പാപിയായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ശിഷ്യന്മാരിലും വെച്ച് ഗുരു പാപിയായിരുന്നു എന്ന് നമുക്കതിനെ വിമർശിക്കാമോ? പാടില്ല. ഓരോ ആത്മാവിൻ്റെയും വില ദൈവമാണ് തീരുമാനിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് ആരുടെ കയ്യിൽ കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് മാത്രമേ തിരിച്ചറിയുകയുള്ളൂ.
പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ നമ്മളുടെ കണ്ണും കൊണ്ട് മറ്റുള്ളവരെ വിധിക്കരുത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ എടുത്തു പറയരുത്. ഒരുവൻ്റെ ആത്മാവിനെ തൂക്കി നോക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവൻ്റെ ജീവിതത്തിൽ ആത്മാവിനെ കൊടുത്തവൻ അതിൻ്റെ അന്ത്യത്തിൽ അതിനെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു വാചകം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അന്ത്യത്തോളം സൂക്ഷിപ്പാൻ ശക്തനെന്ന് എണ്ണുന്നു. ഈ പറഞ്ഞതായ അപ്പോസ്തലനായ പൗലോസിന് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിധിക്കപ്പെട്ടത് ശിരച്ഛേദനമാണ്. അതുകൊണ്ട് ആ പൗലോസ് ഏറ്റവും വലിയ പാപിയാണെന്ന് നമുക്ക് വിമർശിക്കാൻ കഴിയുമോ? അദ്ദേഹം ദുഷ്ടനാണെന്ന് വിമർശിക്കാൻ കഴിയുമോ? ഈ ലോകം അല്ലെങ്കിൽ റോമ ഗവൺമെൻറ് തന്നെ കുറ്റക്കാരനായിട്ട് കണ്ടു. തനിക്ക് മരണശിക്ഷ വിധിക്കുകയുണ്ടായി. തൻ്റെ ശിരച്ഛേദനം തനിക്ക് വിധിയായി കൽപ്പിച്ചു. ആ ശിരച്ഛേദനം ചെയ്യുന്നതിന് മുമ്പും തൻ്റെ ജീവിതത്തിൽ താൻ പറയുന്ന ഒരു പ്രത്യാശയുടെ വാക്കുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ എനിക്ക് തന്ന വിശ്വാസത്തെ കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത് അത് പ്രാപിക്കുവാൻ ഒരുപക്ഷെങ്കിൽ ആപത്തോ അനർത്ഥമോ കപ്പൽ ഛേദമോ പോകുന്ന പോക്കിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കൊല്ലുക, ഏതെങ്കിലും ആകാം. പക്ഷെങ്കിൽ ഞാൻ ഒന്നിനായി കാത്തിരിക്കുന്നു, എനിക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ നീതിയുടെ കിരീടത്തെ എനിക്ക് പ്രാപിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന എല്ലാ ഡ്യൂട്ടികളും ഞാൻ ഫിനിഷ് ചെയ്തു. തൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ്. തനിക്കിനിയും ലഭിക്കാനുള്ള ആ കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഇതിനാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് ഇവിടെ തൻ്റെ ചുറ്റിനും കൂടിയിരുന്ന ആ ജനങ്ങളോട്, ശിഷ്യന്മാരോടൊക്കെ പറയുന്നത്, നിങ്ങൾ നാട്ടുനടപ്പിനനുസരിച്ച് സംസാരിക്കരുത്, നിങ്ങൾ നാട്ടുനടപ്പിനനുസരിച്ച് ജീവിക്കരുത്, നിങ്ങൾ നാട്ടുനടപ്പിനനുസരിച്ച് വിധിക്കരുത്, ചിന്തിക്കരുത്. ദൈവവും നിങ്ങളുമായിട്ടുള്ള ഒരടുപ്പം അതെത്രത്തോളം ഘനമേറിയതാണ്, എത്രത്തോളം വിലയേറിയതാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര വിശേഷതയുള്ളവരാണെന്ന് നിങ്ങളെ തന്നെ എണ്ണുകയും നിങ്ങളെ തന്നെ ഘനമായി ചിന്തിക്കുകയും വേണം. കർത്താവ് അനേക ഉദാഹരണങ്ങളിൽ കൂടെ മനുഷ്യൻ്റെ വിലയെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ ആത്മാവിൻ്റെ വിലയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ ആത്മാവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെയും മറ്റുള്ളവരുടെ മുൻപിൽ നാം കഥകൾ മെനയാത്തവരുമായി നീതിമാന്മാരുടെ സംഘങ്ങളിൽ നിൽക്കുന്നവരായിത്തീരും. കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിശാല ഹൃദയം ദൈവം നമുക്ക് തരും. യാതനയിൽ കൂടെ കടന്നു പോകുന്നവർ, അനർത്ഥങ്ങളിൽ കൂടെ അനേക ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളെ, ജീവിതങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാനുള്ള ഒരു വലിയ വിശാല ഹൃദയം ദൈവം നമുക്ക് തരും. കർത്താവ് പറയുകയാണ്, മാനസാന്തരമാണ് വലുത്. എന്താണ് ഈ മാനസാന്തരം? ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഏത് സമയത്തും ഒരു മരണത്തെ എതിർപ്പാർക്കുന്നതിനുള്ളതായ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള പ്രത്യാശയുള്ള ഒരു ജീവിതം. ജീവനാകട്ടെ മരണമാകട്ടെ, പൗലോസ് പറയുന്നത് പോലെ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പോൾ മരണത്തെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നവരാണ്. നാം മരണത്തിൽ ദുഃഖിക്കുന്നവരല്ല. ആ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ നാം വ്യക്തമായി മനസ്സിലാക്കുന്നു. എന്നാൽ മാനസാന്തരത്തിൽ കൂടെ നമ്മുടെ മരണത്തിൽ നാം എവിടെയായിരിക്കും എന്നുള്ളൊരു പ്രത്യാശ, അതാണ് ജീവിതത്തിലെ സമ്പാദ്യം, അതാണ് ജീവിതത്തിലെ ധനം, അതാണ് ജീവിതത്തിലെ മിച്ചം. ആ മിച്ചം നമുക്കുണ്ടെങ്കിൽ അതിനെ സമ്പാദിക്കുവാൻ നമുക്ക് വലിയൊരു നീതിയുടെ കിരീടം നമുക്ക് ലഭിക്കും. അങ്ങനെ ആ നിശ്ചയവും ആ ധനവും നാം കൈയാളുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ വിധിക്കാതെയും മറ്റുള്ളവരെ ദുഷിക്കാതെയും മറ്റുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം കേട്ടാൽ അതിന്മേൽ കഥകൾ മെനയാത്തവരുമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഒരു വിശാലമായ ചിന്താഗതിയിലേക്ക്, നാട്ടുനടപ്പ് എങ്ങനെയുമാകട്ടെ, നാട്ടിലെ ആചാരങ്ങൾ എങ്ങനെയുമാകട്ടെ, നാട്ടിലെ വർത്തമാനം എങ്ങനെയുമാകട്ടെ, മനുഷ്യരുടെ ചിന്ത ഏത് രീതിയിലുമാകട്ടെ, പക്ഷെങ്കിൽ ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാടുണ്ട്. ഞാൻ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുന്ന ഒരനുഭവം. എൻ്റെ പ്രാണനെ ദൈവം ഏത് സമയത്തും ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടാകാം.
ഞാൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് അനർത്ഥമുണ്ടാകും, അപകടമുണ്ടാകും, പെട്ടെന്നുള്ളൊരു മരണം സംഭവിച്ചേക്കാം, ദീർഘമായ രോഗമുണ്ടായേക്കാം, വളരെ നാളുകൾ ഞാൻ രോഗിയായി കിടന്നിരിക്കാം, ബലഹീനനായിരിക്കാം, പലപ്പോഴും രോഗിയായി ഞാൻ ആശുപത്രിയെ ശരണം പ്രാപിച്ചെന്നിരിക്കാം. അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്നുള്ളതല്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റക്കാരൻ എന്നുള്ളതല്ല. എന്നാൽ നമുക്കൊരു സങ്കടങ്ങൾ നേരിടുമ്പോൾ മാനസാന്തരത്തിന് കർത്താവേ, ഞാൻ തെറ്റിപ്പോയിട്ടുള്ളതായ ഏതെങ്കിലും ഒരു സാഹചര്യം എനിക്കുണ്ടെങ്കിൽ എനിക്കത് വ്യക്തമാക്കി തരണമേ. എന്തിനു വേണ്ടിയാണ്? അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണോ? രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണോ? അല്ല, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ രോഗിയായിരുന്നാലും ബലഹീനനായിരുന്നാലും ഞാൻ എത്ര വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിരുന്നാലും ശരി, ഞാൻ നിന്നെ കാണുന്ന ഒരു ദിവസം എൻ്റെ മുൻപിൽ എനിക്ക് നീ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യാശ നീ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ നിന്നെ കാണും. അപ്പോൾ നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ യോബ് പറയുന്നത്, ഞാൻ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയിരുന്നാൽ ശരി, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. എന്താണ് പൊന്നുപോലെ വെളിയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ ന്യായവിധി സമയത്ത് ഞാൻ വിലയേറിയ കിരീടങ്ങളായി, വിലയേറിയ സമ്പത്തായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശോഭിക്കുന്ന നക്ഷത്രമായി ഞാൻ മാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം പ്രത്യാശയുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം നമ്മുടെ ഭാവിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഭയപ്പെടുന്ന ജീവിതമല്ല. ഏത് രീതിയിലുള്ള മരണവുമായിക്കോട്ടെ, ഏത് അനർത്ഥവുമായിക്കോട്ടെ, ഏത് വലിയ പ്രോസിക്യൂഷൻ ആകട്ടെ, ഏത് വലിയ ശിക്ഷയായിക്കൊള്ളട്ടെ, എന്തിനേയും നേരിടുവാനുള്ള ഒരു സധൈര്യത, എന്തിനേയും അഭിമുഖീകരിക്കാനുള്ളതായ ഒരു ഉറപ്പും ഒരു നിശ്ചയവും ഉണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കളായി തീരേണ്ടതിന് നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന്, നാട്ടുനടപ്പിലെ മനസ്സിൽ നിന്ന്, നാട്ടുവർത്തമാനത്തിലെ നടപ്പിൽ നിന്ന്, നാട്ടിലെ ആചാരങ്ങളിൽ നിന്നുള്ള ആ ഒരു മോശമായ ചിന്താഗതിയിൽ നിന്ന്, ആചാരത്തിൽ നിന്നല്ല മാനസാന്തരപ്പെടുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി മാറുന്നു. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. അവനിൽ പുതിയ ചിന്ത, പുതിയ ആദർശം അവനുണ്ടാകുന്നു, പുതിയ ഉപദേശത്തെങ്കിൽ വരുന്നു. അവൻ്റെ ഉള്ളിൽ ആത്മാവ് അവനിൽ സ്ഥാപിക്കപ്പെടുന്നു, ആത്മാവ് അവൻ്റെ ഉള്ളിൽ വിശ്രമിക്കപ്പെടുന്നു. ആ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഓരോ ദിവസം തോറും അവന് വേണ്ടതായ എല്ലാ ജ്ഞാനവും വിവേകവും എല്ലാ നീതിപൂർണമായ ഓരോ ഉപദേശങ്ങളും അവൻ്റെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് അവൻ്റെ ഓട്ടം നല്ല ഒരു ഓട്ടമോടി തികച്ച് അവൻ്റെ പ്രതിഫലം പ്രാപിക്കുവാനുള്ളതായ വലിയൊരു പ്രത്യാശയുടെ തീരത്തേക്ക് അവൻ യാത്രയാകുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ദൈവമക്കൾക്ക് മതിലിടിഞ്ഞാലും, ഏത് കോളിളക്കം വന്നിരുന്നാലും, ഏത് വലിയ തകർച്ചകൾ വന്നിരുന്നാലും, എത്ര വലിയ അനർത്ഥങ്ങൾ അവരുടെ മുൻപിൽ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നാലും അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുന്നു. അവരെക്കുറിച്ച് നാം പ്രത്യാശയായി സംസാരിക്കുന്നു, അവരെക്കുറിച്ച് നാം പ്രത്യാശയോടെ ചിന്തിക്കുന്നു. ഈ മഹത്വകരമായ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകപ്പെടേണ്ടതിന് ഈ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.